Assalamualaikum. Welcome to Hadiyat Ramadan. Sponsored by Mammoos.com. ഞാൻ നിങ്ങളുള്ളത് ഇന്ന് അഗ്സിൻ അബ്ദുൽ അസീസ്. ഞാൻ ഡോക്ടർ അസ്ബിൻ അബ്ദുൽ അസീസ്. യെസ്, അപ്പോൾ ഇന്ന് റമദാൻ 25th കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇന്നലെ ഓഡ് നൈറ്റ് ആയിരുന്നു. ഇന്നലെ രാത്രി സ്കൈയിൽ സ്റ്റാർസ് ഉണ്ടായിരുന്നില്ല. നിസ്കാരത്തിന് പോയ ആൾക്കാർ ശ്രദ്ധിച്ചു കണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. സോ വൺസ് അഗൈൻ വെൽക്കം ടു ഹദിയത്ത് റമദാൻ. എല്ലാരും വിളിക്കുന്ന നമ്പർ 05014960664 and get price from Mammoos.com. Mammoos.com ഓൺലൈൻ ബoutique ആണ്. Mammoos.com അടിപൊളി കളക്ഷൻസ് ഓഫ് ഡ്രസ്സസ് ഫോർ ലേഡീസ്, ഗേൾസ് ആൻഡ് ഫോർ ചിൽഡ്രൻ along with accessories. സോ വിന്റർ ആവാൻ വേഗം വിളിക്കേണ്ട നമ്പർ മൊത്തം 05014960664. മറക്കണ്ട, ലൈലത്തുൽ ഖദർ രാവുകളാണ് കടന്നു പോകുന്നത്. ഓഡ് നൈറ്റ് ഒരിക്കലും രാത്രിയിൽ തിരിച്ചു വരികയില്ല. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ലൈലത്തുൽ ഖദർ രാവാന്ന് അറിയുകയാണെങ്കിൽ മുത്തേ ചൊല്ലേണ്ട ദുആ ഏതാ? യെസ്, അപ്പൊ ഈ ദുആ ചൊല്ലുക. എനിവേസ് ഫസ്റ്റ് നമുക്ക് ഇന്നത്തെ ഹദീസ് വെച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്തിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഇരിക്കുന്ന മുറിയിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ ഒരു സ്ത്രീ ആ റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ. അങ്ങനെ ആ സ്ത്രീ ആരെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു പറഞ്ഞു ഇത് ഇന്ന സ്ത്രീയാണെന്ന്. അങ്ങനെ സംസാരിച്ചപ്പോൾ ഈ സ്ത്രീ ഇവരുടെ നിസ്കാരത്തെ കുറിച്ച് പൊങ്ങച്ചം പറയാൻ തുടങ്ങി. അതിന് തുടുപ്പും പൊങ്ങലും എല്ലാ പൊങ്ങച്ചും പറയാൻ തുടങ്ങി നിസ്കാരത്തെ കുറിച്ച്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, വർണ്ണന നിർത്തുക, നിങ്ങൾക്ക് നിത്യവും അനുഷ്ഠിക്കാൻ സാധിക്കുന്നത്ര നിങ്ങൾ അനുഷ്ഠിക്കുവിൻ. അള്ളാഹുവിന് മുഷിച്ചിൽ തോന്നുകയില്ല. ഒരാൾ നിത്യേന നിർവഹനം മാത്രം അനുഷ്ഠിക്കുന്ന മത നടപടികളാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് നമ്മൾ ഡെയിലി ചെയ്യുക, നമുക്ക് പറ്റാവുന്ന അത്ര നമ്മൾ ചെയ്യുക. ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്ര ചെറിയൊരു സുന്നത്തായാലും അത് റെഗുലർ ബേസിസിൽ ചെയ്യുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എപ്പോഴും പക്ഷെ നമ്മുടെ മനസ്സിലൊരു കണ്ടന്റ്മെന്റ് വേണം. വേറെ ആൾക്കാർക്ക് പ്രഷറൈസ് ചെയ്ത് ആൾക്കാർ കാണിക്കുന്നത് കണ്ട് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ ആക്കരുത്. പിന്നെ പൊങ്ങച്ചുമായിട്ട് നമ്മൾ പറയരുത് നമ്മളും അള്ളാഹും തമ്മിലുള്ള റിലേഷൻ അല്ല, അത് നാട്ടുകാരെ കാണിക്കാനായിട്ടുള്ള റിലേഷൻ അല്ല. മിക്ക ആൾക്കാരും പറയുന്നത് എത്ര റക്കാത്ത് നിസ്കരിച്ചു, ഞാൻ 23 അങ്ങനെ 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 അതൊന്നും കാര്യമുണ്ടാവില്ല. ബട്ട് അള്ളാഹും നമ്മൾ തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നമ്മുടെ ആഹാരത്തിന് വേണ്ടിയാണ് ഇവിടെ എയിം ചെയ്യുന്നത്. അല്ലാണ്ട് പൊങ്ങച്ചം പറയാനല്ലല്ലോ, ആൾക്കാരല്ലല്ലോ നമുക്ക് വേണ്ടി സാക്ഷി പറയാൻ വരുന്നത്. എക്സാക്ട്ലി. സോ ഐ തിങ്ക് വി ഹാവ് അവർ ഫസ്റ്റ് കോളർ. അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹദിയത്ത് റമദാൻ. Thank you. ആരാണ്? Filza. ഷീസ. Filza. ഷിർസ. സ്പെല്ലിംഗ് എന്താണ് ഷിൽസ? FILDHA. ഫിൽസ. അറബിയിൽ പറയുമ്പോ ഫിൽസ എന്നാണ് പ്രൊനൗൺസ് ചെയ്യാ. ഫിൽസ എവിടുന്നാണ്? ഫിഷ് ആണോ? അതെ അതെ, എഫ് എന്ന് പറഞ്ഞ ആ വീട്ടിലാണ്. ആദ്യമായിട്ട് കിട്ടുന്നത്. മോള് ദുബായിന്നാണോ? അതറിയാം, പേര് ഞങ്ങള് കേട്ടിട്ടേ ഇല്ല. ഇല്ല, ഞങ്ങള് ഫുജേറേന്നാ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് എന്റെ ഉമ്മ, ഉപ്പ, അനിയന്. എന്താണ് അവരുടെയൊക്കെ പേര്? പ്രോഗ്രാം ഡെയിലി കാണാറുണ്ടോ മോള്? എന്നും കാണാറുണ്ട്. ഈ പ്രോഗ്രാം എന്നും കാണല് TV തന്നെ. ഏത് ക്ലാസ്സിലാ? 7th. പേര് പറഞ്ഞില്ലല്ലോ വീട്ടിലെ ആൾക്കാരുടെ. അതിന്റെ ഉപ്പാടെ പേര് ഷാജി, അമ്മയുടെ പേര് പെബിൻ, അനിയന്റെ പേര് ഷിഫാൻ. ഷിഫാൻ, നല്ല പേരുകള്. ഓക്കെ, അന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മോളോട്? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഖുർആനിന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്ത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അതെ. എന്ത്? ഖുർആന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാ? ഖുർആന്റെ 3/1. ഓക്കെ, ഓപ്ഷൻസ് സൂറത്തുൽ ഇഖ്ലാസ് ആണോ, സൂറത്തുൽ കാഫിറൂൻ ആണോ, സൂറത്തുൽ മുൽക്ക് ആണോ? ഇഖ്ലാസ് ആണോ, കാഫിറൂൻ ആണോ, മുൽക്ക് ആണോ? ഖുറാന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്ത്. ഖുറാന്റെ 1/3 ഭാഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? സൂറത്തുൽ. അതാണ് ഓർപ്പിച്ച ആൻസർ മോളെ. തെറ്റിയില്ലോ? തെറ്റിച്ചു ഫിൽസ. ചിന്തിക്കാതെ പറഞ്ഞു തോന്നുന്നു ആൻസർ. ഫസ്റ്റ് ടൈം വിളിക്കുന്ന എല്ലാവർക്കും സംഭവിക്കുന്നേ. സാരല്ല മോളെ, വീണ്ടും വിളിക്കണം കേട്ടോ. കുറച്ച് ദിവസം മോള് ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത്. ഒരിക്കൽ ലൈൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി വീണ്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. വിന്നർ ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ.
ഓക്കെ മോളെ, നമ്മളിപ്പോ വിളിച്ചത് ഫിൽസ ആയിരുന്നു ഷുജേറയിൽ നിന്ന്. ഫിൽസ സാരമില്ല ഫിൽസ, അടുത്ത പ്രാവശ്യം ഫിൽസ മിടിക്കായിട്ട് 3 എണ്ണം പറയൂട്ടോ. ഞങ്ങൾ ഫിൽസയുടെ കോളിനായിട്ട് വെയിറ്റ് ചെയ്യും. ഫിൽസ മമ്മൂസിന്റെ ഹൗസായിട്ട് തന്നെ പോവുള്ളൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഹലോ, കോൾ വിളിച്ചിട്ട് എവിടെ പോയിരിക്കാ? ഹലോ, വെൽക്കം ടു ആദിത് റംദാൻ. ആരാണ്? സുലേഖ. സുലേഖ. സുലേഖ എവിടുന്നാണ്? ഞാൻ ഷാർജയാണ് വിളിക്കുന്നത്. സുലേഖ ഹോസ്പിറ്റലിൽ ആരെങ്കിലും ആണോ? ഇല്ല, സുലേഖ ഹോസ്പിറ്റലിന്റെ അടുത്താണ്. അടുത്താണല്ലേ? എവിടെ നാട്ടില്? നാട്ടില് തൃശ്ശൂര്, കൊടുങ്ങല്ലൂര്. ആദ്യമായിട്ടാണ് വിളിക്കുന്നല്ലേ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഇന്നലെ എന്റെ സിസ്റ്റർ വിളിച്ചായിരുന്നു. എന്താണ് പേര്? സഫിയ. മനസ്സിലായി മനസ്സിലായി. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇത്താണ് സഫിയ. ഇത്തടെ സിസ്റ്റർ ആണ്. ഓക്കെ, ഇത്ത എന്താണ് കുക്ക് ചെയ്ത സ്പെഷ്യല്? എന്താണ് സ്പെഷ്യൽ? എന്തായിരുന്നു ഇന്ന് സ്പെഷ്യല്? അങ്ങനെ ഒന്നുമില്ല, സാധാരണ പോലെ തന്നെ. സഫിയാത്ത മൂത്ത ഇത്തയാണോ? സഫിയാത്ത മൂത്തിട്ടാണ്. പാവാണ് സഫിയാത്ത. സഫിയാത്ത പാവാണ്. ഇത്താക്ക് എത്ര കുട്ടികളാ ഉള്ളത്? എനിക്ക് 3 ആള്. എന്താണ് പേര്? മൂത്താളുടെ പേര് അമാന നെഹറിൻ, 3 പഠിക്കണ്. രണ്ടാമത്തെ ആളുടെ പേര് അമീൻ സായിദ്, മൂന്നാമത്തെ 2 വയസ്സ്. മൂന്നാമത്തെ ആള് അസീം മുഹമ്മദ്, 1 വയസ്സ്. ഓ, ഞങ്ങളെ പോലെയാണ്, എല്ലാം വെറൈറ്റി നെയിംസ് ആണ്. അപ്പൊ ഇത്ര ഫസ്റ്റ് ക്വസ്റ്റിന് പോവാ. നമസ്കാര സമയങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന സൂറത്തുകളുണ്ട്. അതില് ഞാൻ സമയങ്ങളുടെ പേര് അറിയപ്പെടുന്ന സൂറത്തുണ്ട്. നമ്മുടെ 5 നമസ്കാരത്തിന്റെ പേരുകൾ ഇത്താക്ക് അറിയാലോ? 5 നമസ്കാരത്തിന്റെ പേര്. മുമ്പത്തെ കോളറ് സൂറത്തുൽ ഫജ്ർ ഉത്തരം പറഞ്ഞായിരുന്നു. ഇനി ഒരു സൂറത്തും കൂടി ഉണ്ട്. ആ സൂറത്തിന്റെ പേര് പറഞ്ഞോ. ഏതൊക്കെയാണ്? 2 സൂറത്തുകളുണ്ട് ഈ നമസ്കാര പേരില് ഖുറാനില്. സൂറത്തുൽ ഫജ്ർ ഒരാള് പറഞ്ഞു, കഴിഞ്ഞ ഒരു കോളർ കഴിഞ്ഞപ്പോ ഒരാള് പറഞ്ഞു. അപ്പൊ ഇനി ഒരു സൂറത്ത് കൂടി ഉണ്ട്. ഏത് നിസ്കാര പേരിലാണ്? ഓപ്ഷൻ തരോ? തരാം. ലോഹർ, അസർ, മഗ്രിബ്, ഇശ. ഓക്കെ, ഞാൻ 3 തരാം. ലോഹർ, അസർ, മഗ്രിബ്. ഏതായിരിക്കും? ഏത് സുഹൃത്താണ് നിസ്കാരത്തിന്റെ പേരിലുള്ളത്? സന്തോഷിച്ചോട്ടെ. ഏതാണ് ഏതാണ്? ലോഹർ, അസർ, മഗ്രിബ്. ഒരെണ്ണം ചൂസ് ചെയ്തോ. ഏ സൂറത്താണ്? നമുക്ക് ബൈഹാർട്ട് അറിയായിരിക്കും. ഈ സൂറ ഷോർട്ട് സൂറയാണ്. ഈ സൂറത്താണ്. എന്താണ്? ഓക്കെ, ഇത്ത ഷോർട്ട് ഔട്ട് ചെയ്തില്ലേ? സൂറത്തുൽ അസ്ർ അല്ലെങ്കിൽ സൂറത്തുൽ മഗ്രിബ്. അപ്പൊ ഇതില് ഏതാ ഇത്ത കേട്ടേക്കണത്? ഈസി, ലാസ്റ്റ് എൻഡിങ്ങിൽ എന്റെ സൂറത്താണിത്. സൂറത്തുൽ അസ്ർ അല്ലേ സൂറത്തുൽ മഗ്രിബ് അല്ലേ? സൂറത്തുൽ അസ്ർ. സൂറത്തുൽ അസ്ർ റൈറ്റ് ആൻസറാ. അറിയുന്ന സുഹൃത്തല്ലേ നമ്മളിത്? അറിയുന്ന സുഹൃത്തല്ലേ? പെട്ടെന്ന് കൺഫ്യൂഷൻ. ചായ കുടിച്ചിട്ടില്ലേ? ചായ കുടിച്ചു. എന്നാലും പെട്ടെന്ന് പരിപാടികൾക്കൊക്കെ ആദ്യമായിട്ട് വിളിക്കുന്നതാണ്. ശരിയാ, എനിക്ക് മനസ്സിലാവും കേട്ടോ, വിഷമിക്കണ്ട. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച ദിവസം ഏതാണ്? സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച ദിവസം ഏതാണ്? സൃഷ്ടിച്ചതും ഒരേ ദിവസം തന്നെയാ. ആദം നബീനെ സൃഷ്ടിച്ചില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതും ഒരേ ദിവസം തന്നെയാ. സ്വർഗത്തിൽ അത് ഏതാ ദിവസം? ഏറ്റവും ബർക്കത്തുള്ള ദിവസം. നമ്മുടെ എല്ലാ ദിവസങ്ങളിലേക്കാൾ ഏറ്റവും വെള്ളിയാഴ്ച. റൈറ്റ് ആൻസർ ആണ്. നബിക്ക് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ, അതായത് പ്രചരിപ്പിക്കാനായിട്ട് എല്ലാം സഹായവും ചെയ്തു കൊടുത്ത് പക്ഷെ ഇസ്ലാമിൽ നിന്ന് വിട്ടുനിന്ന ഒരാളുണ്ട്. ആരാണിത്? നബിക്ക് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുത്ത് എന്നിട്ട് ഇസ്ലാമിൽ നിന്ന് പക്ഷെ ആള് വിട്ടുനിന്നു. ഇസ്ലാമിൽ നിന്ന് വിട്ടുനിന്ന് ആരാണെന്ന്? ആർക്കാണ് ഇത്ര ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണേ?
സുഫിയാത്ത അല്ല സുലേഖ. അല്ലല്ല, ആർക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണേന്ന്. സുലേഖയുടെ അവളുടെ പേര്. ഓപ്ഷൻസ് പറയാവോ? ഓപ്ഷൻസ് അബു ജഹലാണോ, അബു താലിബാണോ, അബു മുത്തലിബാണോ? അബു ജഹൽ, അബു താലിബ്, അബ്ദുൽ അബു മുത്തലിബ്. അബ്ദുൽ മുത്തലിബ്. ഇതിലേതിലും ഒന്ന്. ഇതിലേതാണ്? നബിക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നതിന് ഒരാൾ ഔട്ടായി, അത് തന്നെ. പിന്നെ രണ്ടുപേരെ വരുന്നുള്ളൂ. പ്രവാചകന്റെ ബന്ധുവല്ലേ അത്? അതെ. ആണ്. എളാപ്പ പേര് ഞാൻ ഓപ്ഷൻ തന്നില്ലേ, അതിന് പറ. അബു ജഹൽ, അബു താലിബ്, അബ്ദുൽ മുത്തലിബ്. അബു ജഹൽ, അബു താലിബ്, അബ്ദുൽ മുത്തലിബ് അല്ലേ? ആരെണ്ണം കട്ടയോ? Okay, അബു താലിബ്, അബ്ദുൽ മുത്തലിബ്. അബു താലിബോ അബ്ദുൽ മുത്തലിബ് ഇതിലേതെങ്കിലും ആണ് അല്ലേ? അതെങ്ങനാണ്? വല്ലാത്തൊരു clue തന്നു. ഇനി തെറ്റി പറയും. അബു താലിബ്, അബു താലിബ് റൈറ്റ് ആൻസർ ആണ്. സഫിയാത്തയും ഇന്നലെ വിളിച്ച ഹുസൈൻകയും എന്റെ ഹസ്ബൻഡ് അൻവറുമാണ് സഹായിച്ചത്. അവരോടൊക്കെ ഞങ്ങളെ സലാം ഹാഫിസുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാരോടും ഞങ്ങളെ സലാം പറയൂട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. ഒരു മിനിറ്റ്, എന്റെ മോൾക്കൊന്ന് സംസാരിക്കാം. കൊടുത്തു. ഹലോ, അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. എന്താ മോളുടെ പേര്? അമാന. അമാന. വാവ ഏത് ക്ലാസ്സിലാ? മൂന്നില്. കാണാൻ ഭയങ്കര സുന്ദരിയാണല്ലോ. ഭയങ്കര സുന്ദരിയാണല്ലോ അമാന. ആ വോയിസിന്ന് മനസ്സിലാവും, ഭയങ്കര ക്യൂട്ടാന്ന് കാണാൻ. അമാന ഒരു ദിവസം വിളിച്ച് പങ്കെടുക്കണം കേട്ടോ. നല്ല പരിപാടിയാണ്. താങ്ക് യു. താങ്ക് യു. അമാന പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി ഞങ്ങക്ക്. ഞങ്ങളെ ദുആയിലൊക്കെ ഓർക്കണേ അമാന. ചോദിക്കാനോ? പരിപാടി കഴിഞ്ഞു. ഉമ്മ എല്ലാ ക്വസ്റ്റ്യനും റൈറ്റ് ആൻസർ പറഞ്ഞു. വീണ്ടും വിളിക്കട്ടോ പങ്കെടുക്കാനായിട്ട്. ഓക്കെ, അസ്സലാമലൈക്കും. നമ്മളിപ്പോ വിളിച്ചത് സുലേഖത്തെയും പിന്നെ മോള് അമാനിയാണ് സംസാരിച്ച് ഞങ്ങളുടെ അടുത്ത്. മോള് പങ്കെടുക്കാൻ ഇനി വീണ്ടും വിളിക്കട്ടോ പ്രോഗ്രാമിലേക്ക്. സുലേഖാത്ത ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ആകെ 3 പറഞ്ഞിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് സുലേഖാത്ത. ഇത്ത വിന്നറായി കിട്ടുക mammuz.com-ന്റെ അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഇത്ത അവിടെ ചിറ്റ് എഴുതി ഇട്ടിരിക്കുകയാണ്. ഫസ്റ്റ് നെയിം. വി ഹാവ് എ നെക്സ്റ്റ് കോളർ. അസ്സലാമലൈക്കും. വെൽക്കം ടു ഹരിയത് റംദാൻ. താങ്ക് യു. ആരാണ്? ഹഫ്സത്ത്. ഹഫ്സത്ത്. ഇന്നലെ 2 പറഞ്ഞിട്ട് പോയി തോന്നുന്നു അല്ലേ തടെ? 3 പറഞ്ഞിരുന്നു. കൊറേ ദിവസമായി ട്രൈ ചെയ്തു. 3 പറഞ്ഞു. ലോട്ടി പോയോ? അലൈനെ വിളിക്കുന്നേ. അലൈനല്ലേ? ആ ഓക്കെ ഓക്കെ. ആരൊക്കെ അടുത്തുള്ളതാ? മറന്നുപോയി. എന്റെ മോനുണ്ട്, ആങ്ങളുടെ വൈഫ് ഉണ്ട്. എന്തായിരുന്നു അവരുടെ പേര്? ഷംസീന. ഷംഷീന. ഓക്കെ മോന്റെ പേര് അഫ്ലർ. ഓക്കെ. ക്യാമലയില് പള്ളി പോകുന്നുണ്ടോ? അതേ വീട്ടിൽ തന്നെയാണോ? വീട്ടിൽ തന്നെ, പള്ളി പോകാറുണ്ട്. വീട്ടിൽ തന്നെ. എവിടെയായാലും ഇബാദ ചെയ്യുന്നതിനുള്ള എയിം ഉള്ളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ താ. ഓക്കെ ഓക്കെ. സ്വർഗം കാക്കുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക്, ആ മലക്കിന്റെ പേര്? സ്വർഗം കാക്കുവാൻ വേണ്ടി. യെസ്. സ്വർഗം കാക്കുവാൻ വേണ്ടി. സ്വർഗം കാക്കുവാൻ വേണ്ടി ഓപ്ഷൻസ് വേണോ? റിദ്വാൻ അലൈഹിസ്സലാം. റൈറ്റ് ആൻസർ റിദ്വാനാണ്. റൈറ്റ്. അറിവുണ്ടല്ലേ? ഹലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നല്ല ചിരിത്ത. സെക്കൻഡ് ക്വസ്റ്റ്യൻ ട്ടോ. പാപമോചനം നേടാൻ കൽപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്ന സൂറത്ത് ഏതാണ്? പാപമോചനം നേടാൻ കൽപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്ന സൂറത്ത് ഏതാണ്? ഏതാണ്? ഓപ്ഷൻസ് തരാലോ. ക്ലൂ ഒന്നും ഇത്ത പറയൂന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വേണ്ടി സൂര്യയുടെ ഫസ്റ്റ് ആൽഫബറ്റ് പറഞ്ഞാ മതിയോ? വേണ അങ്ങനെ ക്ലൂ തരാം. ഫസ്റ്റ് ആൽഫബറ്റ് പറഞ്ഞാ മതിയോ സൂറ തുടങ്ങുന്നുണ്ട്? അതോ ഓപ്ഷൻസ് വേണോ? ഇത്ത ചൂസ് ചെയ്തോളൂ. എന്താ വേണ്ട ഓപ്ഷൻസ്? ആൽഫബറ്റ് എന്താ വേണ്ട ഓപ്ഷൻസ്? ആൽഫബറ്റ്. ഇത്താടെ ഇഷ്ടം എന്റെ ഇഷ്ടം. ഓപ്ഷൻസ്. ഓപ്ഷൻസ്. ഓക്കെ.
സൂറ അൽ ബക്കറയാണോ, സൂറ മുസമ്മിലാണോ, സൂറ അൽ അഹ്സാബ് ആണോ? ബക്കറ, മുസമ്മിൽ, അഹ്സാബ്. ആലോചിച്ചിട്ട് പറയണേ. അഹ്സാബ് ലാസ്റ്റ് പറഞ്ഞത്. ഉറപ്പിച്ചിട്ട് പറഞ്ഞാൽ മതി. മുസമ്മിലാണോ, ബക്കറയാണോ, അഹ്സാബ് ആണോ? എനിക്ക് കുറച്ച് ടഫ് ആയതുകൊണ്ട് ഓപ്ഷൻ ഇത്ര കുറച്ച് ഹലോ 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 കോളർ ഡ്രോപ്പ് ആയോ? ഹഫ്സത്ത് കോളർ ഡ്രോപ്പ് ആയി ഞാൻ സഹായിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോയല്ലോ ഇത്താ. വീണ്ടും വിളിക്കൂട്ടോ ഇത്താടെ കോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കട്ടായോന്ന് എനിക്ക് സംശയം. ഈ പ്രാവശ്യം റിപ്പീറ്റ് ഇത്താ സാറില്ല ഇത്ത ഇന്ന് തന്നെ വേഗം സ്പീഡിൽ ട്രൈ ചെയ്യാം. ഇത്താക്ക് ഇന്ന് 2 ക്വസ്റ്റ്യൻ ഞങ്ങൾ ചോദിക്കും. ഇന്ന് ഇത്താക്ക് ലൈൻ കിട്ടുവാണെങ്കിൽ വേഗം ട്രൈ ചെയ്യണം. മറ്റുള്ളവരെ വിളിക്കുക, വിന്നറിന് കിട്ടുക. mamoos.com അടിപൊളി ഗിഫ്റ്റ്. നെക്സ്റ്റ് കോളർ. അസ്സലാമലൈക്കും. സലാമലൈക്കും. അസ്സലാമലൈക്കും. ഇപ്പോഴാണ് വന്നത്. അസ്സലാമലൈക്കും. കോൾ വെച്ചിട്ട് പോയി തോന്നുന്നു. ഹലോ ഹലോ. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. പാപമോചനം നേടാൻ കൽപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്ന സൂറത്ത് ഏതാണ്? ഓപ്ഷൻസ് സൂറ അൽ ബക്കറ, സൂറ മുസമ്മിൽ ആണോ, സൂറ അൽ അഹ്സാബ് ആണോ? കറക്റ്റ് ആൻസർ അറിയാവുന്നവർ വേഗം വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 05014960664. ഇന്ന് ഒരാൾ മാത്രം 3 ക്വസ്റ്റ്യൻസ് റൈറ്റ് ആൻസർ ഇതുവരെ നൽകിയിട്ടുള്ളൂ. നെക്സ്റ്റ് കോളർ. അസ്സലാമലൈക്കും. ഹലോ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. വെൽക്കം ടു ഹദിയത് റമദാൻ. താങ്ക് യു. ആരാണ്? വലൈക്കും സലാം. ആരാണ്? ടിവിയുടെ വോളിയം കുറയ്ക്കൂ. ഇപ്പോഴാണ് ടിവിയുടെ സലാമിന് ഉത്തരം തരുന്നത്. ജിബീത്ത എന്നും വിളിക്കുന്നില്ലേ? എന്റെ ടിവിയുടെ വോളിയം മ്യൂട്ടിലിട്ടു അല്ലേ? ഓക്കെ. ഇത്ത ഡ്രസ്സൊക്കെ എടുത്ത പെരുന്നാളിന് അതുകൊണ്ടാണ് ഫുൾ ഫീമെയിൽ കോളേഴ്സ് ആണ് വിളിക്കുന്നത്. ഹലോ ഹലോ ജിബിത കേൾക്കുന്നില്ലേ? ഓക്കെ ക്വിസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ജിബിത? ഞാൻ നേരത്തെ കോളോട് ചോദിച്ച ചോദ്യം കേട്ടായിരുന്നു. അപ്പൊ അത് കേട്ടു മനസ്സിലായി. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെ വധിക്കാൻ പിന്നാലെ വന്ന ആള് ആരാണ്? വ്യക്തി. ഓപ്ഷൻസ് അബൂജഹൽ ആണോ, ഉമർ ബിൻ അൽ ഖത്താബ് ആണോ, സുറാഖ ബിൻ മാലിക് ആണോ? തേർഡ് ഓപ്ഷൻ സുറാഖ ബിൻ മാലിക്. റൈറ്റ്. താങ്ക് യു. ഓക്കെ ശരി. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചതാണ്. യെസ് റൈറ്റ് ആൻസർ ആണ്. സുറാഖ ബിൻ മാലിക് ആണ് കേട്ടോ. ഇത്ത ആരാ സഹായിക്കാനുള്ള? ഇവിടെ ഉമ്മണ്ട്, ഇക്കാടുമ്മണ്ട്. ഉമ്മയുടെ പേരെന്താ? ഇക്കാട് ഉമ്മയുടെ പേര്? ഹലോ. എന്താണ് ഇക്കാട് ഉമ്മയുടെ പേര്? സുബൈദ. ഞങ്ങള് സലാം പറയൂട്ടോ. സുബൈദമാര് നമുക്ക് വിളിക്കുന്നത്. ഓക്കെ. അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ. യാ അയ്യുഹൻ നബിയു എന്ന സംബോധനം 5 പ്രാവശ്യം വന്ന ഒരു സൂറത്തുണ്ട്. ഏതാണ് ഈ സൂറത്ത്? ക്ലൂ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ആൽഫബറ്റ് പറഞ്ഞുതരാം. പക്ഷെ അത് ടഫ് ആവില്ലേ? കുറയില്ലേ? ഓപ്ഷൻസ് ഇട്ടാ സൂറ അൽ ബക്കറയാണോ, സൂറ അൽ ഖുറൈഷ് ആണോ, സൂറ അൽ അഹ്സാബ് ആണോ? സൂറ അൽ ബക്കറയാണോ, സൂറ അൽ ഖുറൈഷ് ആണോ, സൂറ അഹ്സാബ് ആണോ? ബക്കറ, അഹ്സാബ്, പിന്നെ ഏതാണ്? ഖുറൈഷ്. അതെ. ഏതാണ്? ആലോചിച്ചിട്ട് പറയണം. ഒരെണ്ണം പറ, ഞങ്ങളത് എടുക്കുകൊണ്ട് ആലോചിച്ച് പറ. ഏതെങ്കിലും ഒരു ക്ലൂ കട്ട് ചെയ്ത് തരോ? ശരി, കുറച്ച് ടഫ് ആൻഡ് കട്ട് ചെയ്ത് തരാം. ഈസി ആക്കി തരാം. സൂറ അൽ അഹ്സാബ് ആണോ, സൂറ അൽ അഹ്സാബ് ആണോ, സൂറ അൽ ബക്കറയാണോ? സൂറത്തുൽ അഹ്സാബ്. റൈറ്റ് ആൻസർ. ഇത് പറയുന്നതിന്റെ ആൾക്ക് അറിയാം, പക്ഷെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി എന്നോട് കട്ട് ചെയ്യിപ്പിച്ചതാന്ന് തോന്നുന്നു. അത് മാത്രമല്ലടോ, തീരെ ക്ലിയർ ഇല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലായിടത്തും നടന്നിട്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കേൾക്കുന്നില്ല തീരെ. ഭയങ്കര ലോ ഒളിയും പോലെ. ഞങ്ങളുടെ ഒച്ച ഭയങ്കര ലോയാ.
അല്ലല്ലോ ഫോണിന്റെ കുഴപ്പം തോന്നുന്നുണ്ട്. നിങ്ങളായിരിക്കും ശബ്ദം. അപ്പൊ വേഗം ഫോൺ ഡിസ്കണക്ട് ആണ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. ഹലോ ഹലോ, കേൾക്കില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാ. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇല്ലേ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഏത് മകളെയാണ് വിവാഹം കഴിച്ചത്? ഓപ്ഷൻസ് ഓപ്ഷൻസ് ഫാത്തിമയാണോ, ഐഷയാണോ, റുഖയ്യയാണോ? റുഖിയ ബീവി. യെസ്, റൈറ്റ് ആൻസർ. മൂന്നെണ്ണം കറക്റ്റ് ആക്കി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. വെൽക്കം. മൂന്നെണ്ണം മിടുക്കിയായിട്ട് ജിബിത പറഞ്ഞിരിക്കുകയാണ്. ആദ്യമായിട്ടാണോ മൂന്നെണ്ണത്തിന് റൈറ്റ് ആൻസർ നൽകുന്നത്? ആയിക്കോട്ടെ ആയിക്കോട്ടെ, താങ്ക് യു. ആദ്യമായിട്ടാണ് ഇത്ത മൂന്നെണ്ണം പറയുന്നേ. ആദ്യത്തെ മൂന്നെണ്ണം, മറ്റേത് രണ്ടെണ്ണത്തിൽ കട്ടാവലുണ്ട്. കഴിഞ്ഞ പേര് എന്നിട്ട് ഓർക്കാറില്ല അയച്ചിട്ടില്, അത് ഞാൻ ചോദിച്ചത്. കിട്ടുക മമ്മൂസ്.com അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ ആണ് കേട്ടോ ഇത്ത. ഉമ്മാനോട് സലാം പറയണം. ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ നിങ്ങള് കാണില്ല അല്ലേ? ഇല്ല, കാണില്ല. ഒരു മുങ്ങൽ മുങ്ങും. നമ്മള് വിളിച്ച ജിബീത്തായിരുന്നു, ദുബായ് ആണെന്ന് തോന്നുന്നു. നല്ല പേര് ജിബീത്ത. ജിബീത്തായും സുലേഖാത്തയാണ് ഇന്ന് മൂന്നെണ്ണം പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ആക്ച്വലി ജിബി എന്ന് പറയുന്നത്, പഠിച്ചത്. എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടുപേരും. അസ്സലാമലൈക്കും. സലാമലൈക്കും. ഹലോ. ഇങ്ങനെ ഉള്ളൂല്ലേ, ഒന്നുമില്ല. ഹലോ, അസ്സലാമലൈക്കും. എനിവേസ്, കോള് വരട്ടെ. നമുക്ക് അതിലുള്ള ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയാം. ലൈലത്തുൽ ഖദർ രാവ് എന്ന് പറയുന്നത് ഏറ്റവും പുണ്യപ്പെട്ട രാവാണ്. റമദാന്റെ ഇമ്പോർട്ടൻസ് തന്നെ ഖുർആൻ ഇറക്കി കൊടുത്തത് കൊണ്ടാണ് ഏറ്റവും വീണ്ടും ഒരു ഫീമെയിൽ കോളർ. ഇത് ആരാണ്? ഇത് ഷാർജയിൽ സുബൈദാത്ത. അതെ അതെ, നമ്മുടെ സുലേഖാത്തയുടെ സുബൈദാത്തയാണോ? അല്ല, അത് സത്യം. സുബൈദാത്ത ഷാർജയല്ലേ? നാട്ടിലെവിടെയാണ്? നാട്ടിൽ പാലക്കാട്. ഇന്നലെ വിളിച്ചിരുന്നു. എന്റെ സ്വന്തം വീട്ടിലെ കൊച്ചു മറന്നു സ്വന്തം വീട്ടിലെത്താന്. ഇവിടെ വിളിക്കുന്ന ആൾക്കാരൊക്കെ സുബൈദ, സുലേഖ, സഫിയ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയതാ. അപ്പൊ ഇനി ഇത്ത വിളിക്കുമ്പോ എന്റെ സ്വന്തം ഇത്താന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും കേട്ടോ. സുബൈദ എന്തായാലും നോമ്പൂരിക്ക് കഴിച്ചേ? ഇന്ന് ദോശയാണ്. സാമ്പാറും ദോശയും. ഓക്കെ, നല്ല വെജിറ്റേറിയൻ ഫുഡ്. ഓക്കെ, അപ്പൊ ക്വിസിലേക്ക് കിടക്കാം. ആയിക്കോട്ടെ. അപ്പൊ മുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കൂ. ചോദിക്കണേ. മുമ്പത്തെ കോളറോട് ചോദിച്ച ചോദ്യം കേട്ടായിരുന്നു ഇത്ത? അത് കേട്ടില്ല. വേണ്ട, എന്തോ കുറേശ്ശിന്റെ ഒക്കെ എന്തോ പറയുന്നത് കേട്ടു. എന്നാ ശരി, ഞാൻ ചോദിക്കാം. ഇത്താനോട് ഞാൻ ചോദിക്കട്ടെ ക്വസ്റ്റ്യന്? സിമ്പിൾ ആയിട്ടുള്ള ചോദിക്കണേ. ഇൻഷാല്ലാ എളുപ്പമായിരിക്കും കേട്ടോ. ഇത്ത ഉംറയ്ക്ക് ഹജ്ജിനൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ ഉംറയ്ക്ക് പോയിട്ടുണ്ട്. ഉംറയ്ക്ക് പോയിട്ടുണ്ട്. അപ്പൊ എളുപ്പത്തിൽ ആൻസർ എന്താണെങ്കിലും പറയും. പറയും. അതിന് ഞാൻ പറയുന്ന കോൺഫിഡൻസോട്. അത് തന്നെ. ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ കാബയ്ക്ക് ചുറ്റും എത്ര തവണ നടക്കുന്നതാ? 7 പ്രാവശ്യമല്ലേ? റൈറ്റ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി ഞാൻ ചോദിക്കണോ? ഇല്ല, ഞാൻ ചോദിക്കാം. ഈസി ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ടഫ് ചോദിക്കുന്നത്. ഓക്കെ, ഇസ്ലാം പരസ്യമായി പ്രബോധനം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് എത്ര അനുയായികൾ ഉണ്ടായിരുന്നു? ഒന്നുകൂടി ഇസ്ലാം പരസ്യമായി പ്രബോധനം ചെയ്തപ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് എത്ര അനുയായികൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻസ് തരാം. 40 ആണോ, 45 ആണോ, 50 ആണോ? 40 ആണോ, 45 ആണോ, 50 ആണോ? ഇതില് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാന് അറിയില്ല. 45 ആണോ? ആലോചിച്ചിട്ട് ഉറപ്പിച്ചിട്ട് പറയാ. 45, 50, 45, 50 അതാണോ? 50 ആണോന്നൊരു ഉറപ്പിച്ചിട്ട് ഒരു ആൻസർ പറയണം സുബൈദാത്ത. ഞങ്ങളുടെ സ്വന്തം ഇത്തയാണ്, അവിടെ കറക്റ്റ് ആയിട്ട് പറയണം. അതുകൊണ്ട് ഒന്നും ഒഴിവാക്കി തരുമോ?
കുറച്ച് ടഫ് ഇന്നലാണ് കുറച്ച് ടഫായിരുന്നു ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, എന്തൊരു കുട്ടി സംഭവം. ഇത്താക്ക് കൺഫ്യൂഷൻ വെച്ച അനുസരിച്ചൊരു ഉപകാരമായി ഞാൻ കട്ട് ചെയ്യാം. 40 അല്ലെങ്കിൽ 45? 40-45 അല്ലേ? നല്ലൊരു നമ്പർ. 40 ആണ് തോന്നുന്നു. കറക്റ്റ് ആൻസർ 40 ആണ്. എനിക്ക് തോന്നി ഇത്താക്ക് 50-40 തമ്മിലെ കൺഫ്യൂഷൻ, അതുകൊണ്ട് 50 എടുത്താണ്. തോന്നി, സ്വന്തം മോക്ക് തോന്നി. അറിയില്ലായിരുന്നു. നമ്മുടെ മനസ്സ് തമ്മിലുള്ള കണക്ഷൻ കണ്ടോ? അതെ, സ്വന്തത്തല്ലേ? അത് തന്നെ, സ്വന്തത്തല്ലേ? സ്വന്തം ഇവിടെ ഇരിപ്പുണ്ട്, അതിനൊന്നും അറിയില്ല. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ഇതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോളൂ കേട്ടോ. അവിടെ ഹെൽപ്പ് ചെയ്യാൻ കുട്ടികളൊക്കെ ഉണ്ടോ? കുട്ടികളൊക്കെ പോയി, എല്ലാരും ഉണ്ടായിരുന്നു. ഒരാഴ്ച വരെ എല്ലാരും ഇവിടെ തിരക്കായിരുന്നു. സ്വന്തം കുട്ടിയായിട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചോളൂ. ആയിക്കോട്ടെ, 2 മക്കളാണെന്ന് വരുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടി, ഒരു മോനും ഉണ്ട്. അല്ല, അവരുടെ മക്കളും ആരും ഇല്ല അല്ലെ ഇപ്പൊ അടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട്? ഇല്ലല്ല, മോന് നാട്ടിലാണ് ഇവിടെ ഇല്ല. അപ്പൊ ഇത്താക്ക് സന്തോഷിക്കാലോ, ഇത്താക്ക് ഇപ്പൊ 4 പെൺകുട്ടി ഒരു മോനായില്ലേ? ഇന്നെന്താണ് എല്ലാ അവനാന്റെ കുട്ടികൾ തന്നെ. അപ്പൊ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് ശേഷം ആരായിരുന്നു ആദ്യത്തെ മുസ്ലിം കാബയുടെ അടുത്തിരുന്ന് ഖുർആൻ എല്ലാവരുടെയും മുന്നിൽ ഓതിയത്? ശേഷം ആരായിരുന്നു ആദ്യത്തെ മുസ്ലിം കാബയുടെ അടുത്തിരുന്ന് ഖുർആൻ എല്ലാവരുടെയും മുന്നിലിരുന്ന് ഓതിയത്? ഞാൻ ഓപ്ഷൻസ് തരാം. ഓപ്ഷൻസ് ഖാലിദ് ആണോ, അബ്ദുള്ളയാണോ, സിദ്ദീഖ് ആണോ? ഖാലിദ്, അബ്ദുള്ള, സിദ്ദീഖ്. അബ്ദുള്ള ബിൻ മസൂദ്, സിദ്ദീഖ്. മക്കളുടെ പേര് പറഞ്ഞേത്താ? എങ്ങനെ? ഖാലിദ് ആണോ, അബ്ദുള്ള ബിൻ മസൂദ് ആണോ, സിദ്ദീഖ് ആണോ? ഇതാണ് കുട്ടികളുടെ പേരൊക്കെ പറഞ്ഞേ. എന്റെ പിന്നെ മൂത്ത മോളുടെ പേര് ഷാനിബ. ഓക്കെ. രണ്ടാമത്തെ മോളുടെ പേര് ഷബിന. ഓക്കെ. പിന്നെ മോന് ഷിബിന്. മോൻ ഇവിടെ അല്ല, ഷിബിൻ. ഓക്കെ. അവന് ഇൻഫോസിലാണ്. എല്ലാരും ഷായാണല്ലേ? അപ്പൊ ഇവരുടെ പേരോട് ഒട്ടും സിമിലർ അല്ലാത്ത പേരാ. അതാ ഞാൻ ചോദിച്ചത്. ഹസ്ബൻഡിന്റെ പേരെന്താ ഇത്താടെ? ഹസ്ബൻഡ് പേര് മുഹമ്മദ്. മുഹമ്മദ്. ഓക്കെ. അപ്പൊ അബ്ദുള്ള ഇബിൻ മസൂദ് ആണോ, ഖാലിദ് ആണോ, സിദ്ദീഖ് ആണോ? ഖാലിദാണോ എന്നാണ്. ഉറപ്പിച്ചിട്ട് ഒരു ആൻസർ പറഞ്ഞാ മതി കേട്ടോ. ഖാലിദ്, സിദ്ദീഖ്, പിന്നെ അബ്ദുള്ള ബിൻ മസൂദ്. സിദ്ദീഖ് ആണോ? പിള്ളേരുടെ പേര് ആദ്യം പറഞ്ഞാ തോന്നുന്നു. ആദ്യം പറഞ്ഞത് ഏതാ? ഞാൻ എല്ലാം മാറ്റി മറിച്ച് പറഞ്ഞത്. ക്ലൂ കേട്ടോ ഇപ്പൊ പറഞ്ഞത്. പിള്ളേരും ഇത്താടെ പിള്ളേരുടെ പേരായിട്ട് സിമിലർ അല്ല. ക്ലിയർ അല്ല, അത് പറഞ്ഞത് ക്ലിയർ ആയി മനസ്സിലാവുന്നില്ല. ഓപ്ഷൻസ് ഖാലിദ് ആണോ, അബ്ദുള്ള ബിൻ മസൂദ് ആണോ, സിദ്ദീഖ് ആണോ? അബ്ദുള്ള ബിൻ മസൂദ് ആണോ? സംശയം പറഞ്ഞു, ഉറക്കം പറഞ്ഞേ. അബ്ദുള്ള ബിൻ മസൂദ്. അബ്ദുള്ള ബിൻ മസൂദ് അത് തന്നെയാണ്. കറക്റ്റ് ആൻസർ ആണ്. അതെ അതെ അതെ. കൺഗ്രാറ്റുലേഷൻസ്, 3 എണ്ണം പറഞ്ഞു. വിന്നറായി കിട്ടുന്ന അടിപൊളി ഗിഫ്റ്റ് ആണ്. അൽഹംദുലില്ലാ, 3 എണ്ണം പറഞ്ഞല്ലോ. ഇത്താടെ ദുആയിലൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ. സ്വന്തം മോളും ഉൾപ്പെടുത്തണേ. ഇൻഷാല്ലാ, സ്വന്തം മോളും ഞാനും കാത്തിരിക്കും ഇവിടെ കോളിനായിട്ട്. മുത്തനായൊരു അഡീഷണൽ മമ്മാനെ കിട്ടി. എനിക്ക് പുതിയ മമ്മാനെ കിട്ടിയ സന്തോഷത്തിലാണ്. അപ്പൊ ഇത്ത കൺഗ്രാചുലേഷൻസ്. അല്ല, ആ ഇത്താക്ക് മമ്മാക്ക് കൺഗ്രാചുലേഷൻസ്. 3 പേരാണെന്ന് സുലേഖ, ജുബീത്ത ആൻഡ് സുബൈദ. ജിബീത്ത, സുലേഖാത്ത ആൻഡ് സുബൈദാത്ത വിന്നറാവണി കിട്ടുക mamoos.com-ന്റെ അടിപൊളി ഗിഫ്റ്റ് വൗച്ചർ ആണ്. ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ഇതായിരുന്നു കേട്ടോ. അബ്ദുള്ള ബിൻ മസൂദ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് ശേഷം കാബയുടെ മുന്നിലിരുന്ന് ആദ്യമായി ഖുർആൻ ഓതിയത്. ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്കിന്റെ ടൈം ആണ്. നിങ്ങൾ മമ്മൂസിന്റെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടാൻ വേഗം വിളിച്ചുകൊള്ളുക. നമ്പർ അറിയാലോ. സോ കീപ് കോളിംഗ്. ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. യെസ്.